ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്ത ഒരു അപൂർവ ഇനം വൈറസിനെ കുറിച്ചാണ്. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധിച്ച് 6 കുട്ടികളടക്കം 8 പേരാണ് മരിച്ചത്. 15 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണിപ്പോൾ. വൈറസ് ബാധയെ തുടർന്ന് ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, അപൂർവ വൈറസിന്റെ ഉറവിടം ഏതാണ്, ഇതിന്റെ വകഭേദം എന്താണ്, എത്രത്തോളം മാരകമാണ് എന്നതൊക്കെ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? എത്ര പേർക്കാണ് നിലവിൽ രോഗം പിടിപെട്ടിരിക്കുന്നത്? സുജയ, ഗുജറാത്തിൽ ഈ ചന്ദിപുര എന്ന് പറയുന്ന വൈറസ് ബാധ തുടർന്ന് നിലവിൽ 8 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇതിൽ 6 പേർ കുട്ടികളാണ് എന്നുള്ളതാണ്. ഒപ്പം 2 പേർ പ്രായമായവരുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രധാനമായും നിരവധി ജില്ലകളിൽ ഈ പ്രശ്നം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പർക്കാന്ത, അതോടൊപ്പം തന്നെ ആരവലി, മഹിസാഗർ, ഖേദ, മെഹ്സാന, രാജ്കോട്ട് ജില്ലകളിലാണ് ഏറ്റവും രൂക്ഷമായി ഇപ്പോൾ ഇതുള്ളത്. 15 പേരാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ ഉള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഈ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ സമ്പർക്കാന്തിയിൽ 4 പേർ മരിക്കുകയും പിന്നീട് ഇത് ഈ വൈറസ് രോഗമാണ് എന്ന സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രക്തസാമ്പിൾ അയക്കുകയും പിന്നീട് സ്ഥിരീകരിക്കുകയുമാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് പോയത്. 2 പേർ, അതായത് ഈ അയൽ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്നും ഒപ്പം രാജസ്ഥാനിൽ നിന്നും 2 രോഗികൾ കൂടി ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തിൽ ചികിത്സ തേടുന്നതിൽ രാജസ്ഥാൻ സ്വദേശിയും മരിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. എന്താണെങ്കിലും ഈച്ച, അതോടൊപ്പം തന്നെ കൊതുക്, അതോടൊപ്പം തന്നെ ചെള്ള് തുടങ്ങിയ ജീവികളാണ് ഈ രോഗം പരത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇതിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇവയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമാക്കാനുള്ള നീക്കം എന്താണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളിലടക്കം പനി, അതോടൊപ്പം തന്നെ ഛർദി, വയറിളക്കം തുടങ്ങി തലവേദന അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും വേഗം ആശുപത്രിയിലേക്ക് പോകണം എന്ന നിർദ്ദേശം കൂടി ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഗുജറാത്തിൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.